നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 14-കാരൻ മരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. വീടുകളിൽ സർവേ ആരംഭിച്ചു. ഹൈറിസ്ക് വിഭാഗത്തിൽ 101 പേരാണുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20 പഞ്ചായത്തുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗൻവാടികൾ, മദ്രസകൾ എന്നിവയ്ക്ക് അവധിയാണിന്ന്. സമീപ പഞ്ചായത്തുകളിൽ പനി ക്ലിനിക്കും ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത്. ലിനറ്റ്, കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് എന്തായാലും നിപ്പായുടെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? സ്വാതി, ഇന്നലെ രാത്രിയോടുകൂടി കേന്ദ്ര സംഘം ICMR 4-അംഗ സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. 4-അംഗ സംഘത്തിൽ ശാസ്ത്രജ്ഞരും അതേപോലെ ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള 2 പേരുമാണ് ഉൾക്കൊള്ളുന്നത്. മുഴുവനായി പറയുകയാണെങ്കിൽ 6 പേരാണ് കോഴിക്കോടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെ കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ അവർ ചുമതലയേൽക്കും. അവർ അതേപോലെ തന്നെ എത്രയും വേഗത്തിൽ തന്നെ പരിശോധനാ ഫലങ്ങൾ, സ്രവങ്ങൾ പരിശോധിച്ച് എത്രയും വേഗത്തിൽ തന്നെ പരിശോധനാ ഫലങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ലാബുകൾ ഇന്ന് രാവിലെയോടെ കോഴിക്കോട് എത്തും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടെ പൂനെ വൈറോളജി ലാബിലേക്ക് അയക്കുന്ന സ്രവങ്ങളൊക്കെ തന്നെ എത്രയും വേഗത്തിൽ, അതിൻ്റെ ഫലങ്ങളൊക്കെ തന്നെ എത്രയും വേഗത്തിൽ അറിയാൻ സാധിക്കുമെന്നതാണ് ഈ മൊബൈൽ ലാബുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് ആശുപത്രിയിലേക്കുള്ള, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമൊക്കെയുള്ള രോഗികളെ കാണുവാനുള്ള സന്ദർശനങ്ങൾ, അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും അതേപോലെ രോഗികളായി വരുന്നവർ, എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം മുൻകരുതലുകൾ പാലിക്കണമെന്നും മാസ്കുകൾ ധരിക്കണമെന്നും ഒക്കെ തന്നെയാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാണ്ടിക്കാട്, അതേപോലെ കൂടുതലായി പറയുകയാണെങ്കിൽ 14-കാരനെ സമ്പർക്ക പട്ടികയിലുള്ള ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരും അതേപോലെ അവരുമായി സംബന്ധിച്ച എല്ലാവരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ എത്രയും വേഗം നിന്ന് ആരോഗ്യ വിഭാഗത്തെയും അതേപോലെ തന്നെ ആശുപത്രിയിലും കാണിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ വിഭാഗത്തിൽ എത്ര ആളുകളാണ് സമ്പർക്ക പട്ടികയിലുള്ളതെന്നും ഹൈറിസ്ക് വിഭാഗത്തിലുള്ളതെന്നും ഒക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനോടുകൂടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവർ ജാഗ്രത കൂടുതലായി പാലിക്കണമെന്നും അവരുടെ സ്രവ പരിശോധന ഇന്നും നാളെയും ഒക്കെയായി നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. അതേപോലെ സ്കൂളുകൾക്കും മദ്രസയ്ക്കും ഒക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ഭയം വേണ്ട എന്നും ജാഗ്രത മാത്രം മതിയെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിഭാഗം കൂടുതലായി എടുത്തു പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ കോഴിക്കോട് 68-കാരൻ നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാഥമിക പരിശോധനയിൽ നിപ്പ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ICMR എത്തിയിരിക്കുന്ന കേന്ദ്ര സംഘം അദ്ദേഹത്തെ കാണുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ തന്നെ വിലയിരുത്തുന്ന സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ പരിശോധന ഒന്നും കൂടെ നടത്താനുള്ള സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, കോഴിക്കോടും അതേപോലെ തന്നെ മലപ്പുറവും സംസ്ഥാന ആരോഗ്യവകുപ്പും നിപ്പയെ നേരിടാനും അതേപോലെ പ്രതിരോധിക്കാനുമുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. സ്വാതി. ശരി ലിനറ്റ്, കോഴിക്കോട് നിപ്പയെ നേരിടാനുള്ള എല്ലാവിധ സന്നാഹവും ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് ലിനറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നും രമ്യ കൂടി ചേരുകയാണ്. മലപ്പുറത്താണ് ആ ഒരു 14-കാരന് നിപ്പ ബാധിച്ച് ജീവൻ നഷ്ടമായത്. അവിടെ പാണ്ടിക്കാട്, ആനക്കയം 2 പഞ്ചായത്തുകളിൽ കനത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും മദ്രസകൾക്കും ഒക്കെ അവധിയാണ് എന്നും പറയുന്നുണ്ട്. രമ്യ, ഏതൊക്കെ രീതിയിലാണ് മലപ്പുറത്ത് ഈ ഒരു പ്രതിരോധ നടപടികൾ ഊർജിതമാണോ, അതേപോലെ തന്നെ ഈ ഒരു വൈറസിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതിരോധ നടപടികൾ മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ കർശന നിയന്ത്രണം ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ മേഖലകളിൽ തന്നെ കടകൾക്ക് പ്രവർത്തിക്കുന്ന നിയന്ത്രണങ്ങളുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കടകൾക്ക്, വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കേണ്ടത് എന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ മേഖലയിൽ സ്കൂളുകൾ, മദ്രസകൾ
തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നിലവിൽ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. കൂടാതെ ഈ 2 പഞ്ചായത്തുകളിലായി, അതായത് ആനക്കയം, പാണ്ടിക്കാട് മേഖലകൾ പഞ്ചായത്തിൽ നിന്നും പുറത്ത്, അതായത് തൊട്ട പഞ്ചായത്തുകളിലോ മറ്റോ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. ഇവർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പൊതുവെ മാസ്ക് നിർബന്ധമാണ്. എല്ലാവരും മാസ്ക് വെക്കണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ പുറത്തേക്ക് ഇവർ പോകുമ്പോൾ സാമൂഹ്യ അകലം പാലിക്കണം. ഇന്ന് +1 അലോട്ട്മെന്റ് നടക്കുന്നത് കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും മാത്രമാണ് ഇത്തരത്തിൽ ആളുകൾ പുറത്തേക്ക് പോകേണ്ടതെന്നും കൃത്യമായി ജില്ലാ ഭരണകൂടവും പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 2 പഞ്ചായത്തുകളിലും കർശന നിയന്ത്രണങ്ങളാണ് നടക്കുന്നത്. കൂടാതെ തന്നെ ഈ 2 പഞ്ചായത്തുകളിലുമായിട്ട് പനി റിപ്പോർട്ടുകൾ, കേസുകൾ ആരോഗ്യവകുപ്പ് കർശനമായി നോക്കുന്നുണ്ട്. കൂടുതലായിട്ട് വീടുകളിൽ പനിയുണ്ടോ, അത് ഇത്തരത്തിൽ സമ്പർക്കത്തിൽ വന്ന രോഗികളുമായി ബന്ധപ്പെട്ടതാണോ എന്നതുകൂടി ആരോഗ്യവകുപ്പ് നിരീക്ഷണം നടത്തുന്നുണ്ട്. വീടാന്തരം കയറിയാണ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത്. തുടർന്ന് ഇത് സമ്പർക്കത്തിൽ വന്ന രോഗികളാണെങ്കിൽ തീർച്ചയായും സ്രവ പരിശോധനയ്ക്ക് കൂടി നടത്തുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന 7 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത് 7 നെഗറ്റീവാണ് എന്നത് ഒരു ആശ്വാസകരം തന്നെയാണ്. എന്നാൽ ഈ രോഗിയുമായി ബന്ധപ്പെട്ട് 101 പേരുടെ ഹൈറിസ്ക് പട്ടികയിൽ 101 പേരുടെ പരിശോധന കൂടി നടത്തും. രോഗിയുമായി ബന്ധപ്പെട്ട് വിപുലപ്പെടുത്തിയ ഒരു പട്ടിക തന്നെയാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനിയും ഇത് നീളാനുള്ള സാധ്യതയുണ്ട്. അതായത് കുട്ടി സഞ്ചരിച്ച റൂട്ട് മാപ്പ് ഒന്ന് വിപുലപ്പെടുത്തിയ ശേഷം അത് ഇന്ന് പുറത്തിറക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കൂടാതെ തന്നെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്രവ പരിശോധന യൂണിറ്റ് കൂടി ഇന്ന് ജില്ലയിലെത്തും. ഇതോടുകൂടി പെട്ടെന്ന് തന്നെ, അതായത് രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നവരുടെ സ്രവ പരിശോധനകൾ ആദ്യഘട്ടത്തിൽ നടത്തും. അതിനാൽ തന്നെ കൂടുതൽ രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിശോധന നടത്തുകയും കൂടുതൽ വ്യക്തികൾക്ക് ഇത്തരത്തിൽ രോഗബാധയുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നത്. ശരി രമ്യ, എന്തായാലും കോഴിക്കോടും മലപ്പുറത്തും നിപ്പയിൽ കടുത്ത ജാഗ്രതയാണ് ഉള്ളത്. ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വീടുകളിൽ സർവേ ആരംഭിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കനത്ത നിയന്ത്രണമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും മദ്രസകൾക്കും എല്ലാം അവധിയാണ്. പനി ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസും മലപ്പുറത്ത് നിന്ന് രമ്യദാസും നൽകിയത്.